അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേൽക്കാൻ ഒരുപാട് വൈകിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും അടിച്ചു വാരാൻ വരുന്ന ചേച്ചി അടിച്ചൊക്കെ വാരി മുറ്റമൊക്കെ വൃത്തിയാക്കി പോർച്ചൊക്കെ തുടച്ച് കോലമൊക്കെ വരച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് തട്ടിക്കൂട്ടി ഒപ്പിക്കുന്ന പരിപാടിയാക്കാമെന്ന്. ഇപ്പം ഇന്ന് എല്ലാവർക്കും ഓഫീസിലും സ്കൂളിലൊക്കെ പോകണം മക്കൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ട് വേഗം തന്നെ ചെറുപയർ കുക്കറിലിട്ട് അതിനെ ഒന്ന് വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എഴുന്നേറ്റുള്ളൂ, മക്കളൊക്കെ എഴുന്നേൽക്കണം അത്രേ. അതുകൊണ്ട് തന്നെ 2 കപ്പ് ചായ ഉണ്ടാക്കി. ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള പണികളൊക്കെ തുടങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ആകുമ്പോഴത്തേനും കുക്കർ അവിടെ നിന്ന് വിസിലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു തോരനും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ക്യാപ്സിക്കവും ഒരു സവോളയും ഒക്കെ കട്ട് ചെയ്ത് അതിനെ അവിടെ മാറ്റി വെച്ചു. അപ്പോഴത്തേനും കറിയൊക്കെ തിളച്ച് അതിൻ്റെ തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് അതും ഒന്ന് വാങ്ങി വെച്ചു. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചായയുടെ കടിയെന്ന് വെച്ചാൽ റവയപ്പാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പൻ തരിയാണ്, റവയല്ല. അപ്പം ഗോതമ്പൻ തരിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി, നമ്മൾ ഇവിടെ ഒരു ചെറിയ ഗോതമ്പൻ തരിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കുക്കറിലിട്ട് വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ നമ്മളെ കറിയൊക്കെ ഏകദേശം തിളപ്പിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പും വെളുത്തുള്ളിയൊക്കെ താളിച്ച് ഒഴിച്ചു. അപ്പം പിന്നീട് നമ്മൾ തോരനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളെ കട്ട് ചെയ്ത് വെച്ച സവോളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് അതിന് അല്പം ഉപ്പും കൂടി ഇട്ട് അതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടയും കൂടെ വേണേ. അപ്പം മുട്ടയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് ഞാൻ മുട്ട എടുക്കാൻ വേണ്ടി പോയി. അപ്പം മോനെ എപ്പോഴും മുട്ട വേണം. അപ്പം മുട്ട അത് ബോക്സോടുകൂടി തന്നെ വാങ്ങിക്കൊണ്ട് വെക്കലാണ്. അപ്പോൾ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച്, അപ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ള തോരൻ അതാണ്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒരുപാട് സമയം വേണ്ടേ കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ കടഞ്ഞ് ചിക്കി എടുത്ത് നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ ഉപ്മാവ് വിസിലടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ അതിനുള്ള താളിപ്പും കൂടെ കടുവും വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് അതിനും കൂടെ ഒഴിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഇനി മക്കളുടെ ചുറ്റുപാത്രത്തിൽ ചോറൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പം അരുണിനുള്ളത് വേറെ ഉണ്ടാക്കണം, മോനുള്ളത് വേറെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ അരുണിനുള്ളത് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള ചായയാണ്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി മോനുള്ള ചുറ്റുപാത്രത്തിൽ ചോറൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവന് ചോറ് വിളമ്പി അതിൽ തന്നെ കറിയും തോരനും ഒക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ച് കൊടുക്കണം, എന്നെങ്കിലേ അവനത് മുഴുവനായിട്ട് തിന്നിട്ട് വരും. വന്നു കഴിഞ്ഞാൽ പാത്രമൊക്കെ തുറന്ന് മുഴുവൻ തിന്നു എന്ന് പറയുന്നത് കാണിക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ് അവന്. പിന്നെ അവന് പപ്പടവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം പപ്പടം പൊട്ടിച്ചിട്ട് അതൊക്കെ അടച്ച് വെച്ചു. പിന്നെ അവന് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അതുപോലെ ബ്ലൂബെറിയും മുന്തിരിയും ഒക്കെ ഇട്ടു. അപ്പോൾ അവന് ബ്ലൂബെറി ഇഷ്ടമല്ല, അത് അവൻ്റെ ഇടയിൽ ചാടി വന്ന് എനിക്ക് ആ കറുത്ത സാധനം വേണ്ടാന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് മാറ്റി. പിന്നെ കുറച്ച് മത്തൻകുരു വറുത്തെടുത്തതും കടലയും വറുത്തതും ഉണ്ടായിരുന്നു, അതും കൂടി അതിനകത്തിട്ടിട്ട് ഒരു ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ അടിച്ച് അവന് കൊടുത്തു വിട്ടു. പിന്നെ മക്കൾ 2 പേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവൻ മോൻ റെഡിയായിട്ട് അവിടെ ഇരിക്കുന്നു. മകൾ രാവിലെ മുതലേ വാതിൻ്റെ അടുത്ത് ഇത് തുറക്കോ എന്ന് വെച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളും അടുത്ത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവൾക്ക് ഇതുപോലെ എല്ലാവരും ചായ കുടിക്കുമ്പോൾ അവൾക്കും വേണം ഗ്ലാസും സ്പൂണൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്ത് ഗ്ലാസും സ്പൂണൊക്കെ കൊടുത്തു. എന്ത് കിട്ടാലും അത് അവനും കൂടെ ഷെയർ ചെയ്യുന്ന സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ അത് അവന് കൊടുത്തു, വായിൽ വെച്ചൊക്കെ കൊടുത്തു. അപ്പം മടുത്തു, സ്പൂൺ കൊണ്ട് കോരി കുടിച്ച് കഴിഞ്ഞ് മടുത്തതിന് ശേഷം ഗ്ലാസ്സോടെ കോരി ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോൻ പോകാൻ വേണ്ടി പുറത്തേക്ക് വന്നു. അപ്പോൾ അവൾക്കും വേണം ബാഗ് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഫോൺ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണൊക്കെ ആയിട്ട് അവളും ഇറങ്ങി. അവൻ ഷൂ ഇടുന്നതൊക്കെ നോക്കി നിന്നു. അപ്പോൾ അങ്ങനെ വണ്ടി വന്നു.